പക്ഷേ ഈ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 2 കേന്ദ്രമന്ത്രിമാർ, അതായത് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും നടത്തിയ ചില പരാമർശങ്ങൾ വിവാദമായിട്ടുണ്ട്. ജോർജ് കുര്യൻ പറഞ്ഞത്, നിങ്ങൾ കേരളം അത്ര വലിയ ഒരു താഴെത്തട്ടുള്ള സ്റ്റേറ്റ് ഒന്നുമല്ല, പിന്നോക്ക സ്റ്റേറ്റ് ഒന്നുമല്ല, പക്ഷേ ബീഹാർ വലിയ പിന്നോക്ക സ്റ്റേറ്റാണ്. നിങ്ങൾ പിന്നോക്ക സ്റ്റേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഇത് തരാമായിരുന്നു. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കും, ഞങ്ങൾ അതിനുള്ള കാര്യങ്ങൾ തരാം എന്ന് പറയുന്നു. സുരേഷ് ഗോപി പറയുന്നു, നിങ്ങൾ കിട്ടിയ ഫണ്ട് വിനിയോഗിക്കൂ, അല്ലാതെ ഞങ്ങൾക്ക് കിട്ടാത്തതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കല്ലേ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇത് വലിയ വിവാദമായിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ മന്ത്രിമാർ പറഞ്ഞത് ശരിയാണോ, അല്ലെങ്കിൽ ഇത് BJPക്ക് തലവേദനയായോ? ഇവരുടെ രണ്ടുപേരുടെയും പ്രസ്താവന ആത്യന്തികമായി പരിശോധിച്ചാൽ BJPക്ക് എതിരായിട്ടുള്ള പ്രസ്താവനയായിട്ട് രൂപപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും കേരളത്തിൽ നിന്നുള്ള BJPയുടെ അംബാസഡർമാരാണ്. കേരളത്തെ BJP ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ചുമതല. പക്ഷേ കേരളത്തെ BJP ആക്കി മാറ്റണമെങ്കിൽ ഇവരെന്ത് ചെയ്യണം? കേരളത്തിനോടൊപ്പം നിൽക്കുന്ന കേന്ദ്രമന്ത്രിമാരാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയും കേരളത്തിൻ്റെ മന്ത്രിമാരാണ് ഞങ്ങൾ എന്ന് മറ്റുള്ളവർ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് പകരം ഇവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് എന്താണോ, BJP അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് എന്താണോ, ആ ബഡ്ജറ്റിനെ ന്യായീകരിക്കുകയും കേരളത്തിന് അർഹമായത് കേരളത്തിന് ലഭിച്ചില്ല എന്ന് പറയുന്ന സമയത്ത് ലഭിച്ചില്ല എന്നുള്ളത് അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതിന് നിങ്ങളെന്തിനാ നിലവിളിക്കുന്നത് എന്നൊരാൾ ചോദിക്കുന്നു. മറ്റൊരാൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നമ്പർ വൺ എന്ന് പറഞ്ഞിങ്ങനെ നെഞ്ച് വിടർത്തി നടക്കുകയായിരുന്നില്ലേ, അത് മാറ്റി നിങ്ങൾ താഴെത്തട്ടിലാണ്, നിങ്ങൾ നമ്പർ 1 അല്ല, നിങ്ങൾ ചൂത്തയാണ് എന്ന് പ്രഖ്യാപിക്കുക, അപ്പം ഞങ്ങൾ തരാം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിനെ വെല്ലുവിളിക്കുന്ന പ്രസ്താവനകളായിട്ട് ഇത് രണ്ടും മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് വിരുദ്ധമാണ് ശരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവർ ഒരു കൾച്ചറൽ നാഷണലിസത്തിൻ്റെ വക്താക്കളാണ് BJP എന്ന് പറയുന്നത്. സാംസ്കാരിക ദേശീയത എന്നാണ് പറയും. ആ സാംസ്കാരിക ദേശീയത വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ പ്രദേശത്തിൻ്റെ പ്രാദേശികത അതിൻ്റെ വക്താക്കളായി മാറിത്തീരുകയും അതിനുവേണ്ടി നിൽക്കുകയും ചെയ്യണം. ഞങ്ങളാണ് മലയാളികൾ, ഞങ്ങൾ മലയാളിക്ക് വേണ്ടി നിൽക്കുകയാണ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കിയാൽ മാത്രമാണ് മലയാളി ഇവരുടെ കൂടെ നിൽക്കുകയുള്ളൂ. അതെ. പക്ഷേ ഇവർക്കിപ്പോൾ അതിൽ വലിയ പരാജയം സംഭവിച്ചിരിക്കുക. ഇവർ മലയാളികൾക്കെതിരാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ മുന്നിലുള്ള പ്രശ്നമാണ്, ഒന്നില്ലെങ്കിൽ മലയാളിക്കൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ BJPക്കൊപ്പം നിൽക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും BJPയുടെ മന്ത്രിമാരാണെന്നുള്ളതിൻ്റെ പേരിൽ അവർ BJPക്കൊപ്പം നിൽക്കുന്നതിനെ നമുക്ക് ന്യായീകരിക്കാം. പക്ഷേ തകരാറ് എന്താണ്? അവർ മലയാളിക്കെതിരായിട്ട് മാറിത്തീരുന്നു. ഈ അവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ 1942 അനുഭവിച്ച ഒരു സത്വപ്രതിസന്ധിയുടെ പ്രശ്നം തന്നെയാണ്, ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു. കാരണം 2ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് സോവിയറ്റ് റഷ്യയും അതേപോലെ തന്നെ ബ്രിട്ടനും ഒരു ചേരിയിൽ വന്ന സമയത്ത് സോവിയറ്റ്, അതായത് ഞങ്ങളുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അത് ബ്രിട്ടനുമായിട്ട് സഹകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ബ്രിട്ടനെതിരായിട്ട് ഇന്ത്യയിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾ എന്ത് ചെയ്തു? ബ്രിട്ടനെതിരായിട്ടുള്ള യുദ്ധം നിർത്തി. അവർ ഞങ്ങളുടെ സഹാക്കളോടൊപ്പം നിൽക്കലാണ്. അപ്പോൾ സംഭവിച്ചെന്താണ്? ഇന്ത്യയോടുള്ള അവരുടെ കൂറാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ചോദ്യം ചെയ്യപ്പെട്ടത്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. സായിപ്പ് ഇന്ത്യ വിട്ടു പോകൂ എന്ന് പറഞ്ഞ് ഇന്ത്യക്കാർ മുഴുവൻ ശബ്ദിച്ച സമയത്ത് ഇവർ സായിപ്പിനൊപ്പം നിന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ വലിയ വിഘാതം സൃഷ്ടിച്ച ഒരു കാര്യമാണ്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും അല്ലെങ്കിൽ അവർ ഭാരതവിരുദ്ധരാണ് എന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വലിയ വിജയമായിട്ട്, രാഷ്ട്രീയ വിജയമായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. സോവിയറ്റ് റഷ്യക്കൊപ്പം നിന്നതുകൊണ്ട് സോവിയറ്റ് റഷ്യ എന്ന് പറയുന്നത് അവരുടെ ആഗോള സാഹോദര്യ ലോക കമ്മ്യൂണിസം, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവാൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കൈവിലങ്ങുകളല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്ന ആ സിദ്ധാന്തത്തിൻ്റെ ഫലമായിട്ട് ഇവർ ലോക കമ്മ്യൂണിസ്റ്റുകളായിട്ട് മാറിയപ്പോൾ ലോകത്ത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം സോവിയറ്റ് റഷ്യ അവരെന്താണ് ചെയ്യുന്നത്? അവരെ സഹായിക്കുന്നവരായി മാറി. പക്ഷെ അവിടെ ഈ ചൈന അവരുടേതൊന്നും ഭാരതം നമ്മുടേതൊന്നും പറയുന്ന സ്ഥലമെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞതുപോലെ അല്ല, കമ്മ്യൂണിസ്റ്റ് EMS പറഞ്ഞ കാര്യം. നമ്മളും ചൈനയും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് നമ്മളുടെ ഭൂമി അവർ കയ്യേറിയപ്പോൾ, എന്നുവെച്ചാൽ ഇന്ത്യക്കാരൻ്റെ ഭൂമി ചൈനീസ് സർക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കയ്യേറിയപ്പോൾ ഇവിടെ EMS പറഞ്ഞതാണ്, ചൈനയുടെ നിന്നും നമ്മളുടെ നിന്നും പറയുന്നതായിട്ടുള്ള സ്ഥലം അത് അവിടെയും ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടായി തകരാറിലാവുകയും അന്ന് കേരളത്തിലുള്ളതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളൊക്കെ പിടിച്ച്
ജയിലിടുകയും ചെയ്തു. കാരണം ഒരു രാജ്യദ്രോഹികളാണ് എന്ന നിലയ്ക്ക്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള വിഷയത്തിൽ എടുത്ത നിലപാടിൻ്റെ ഫലത്താണ് രണ്ട് വട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടത് ശരിക്കും പറഞ്ഞു. പക്ഷേ ഇവിടെ ഇന്ത്യക്ക് അകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു ഇൻ്റർ നാഷണൽ ഇഷ്യൂ ആണ്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളവും മറ്റ് സംസ്ഥാനങ്ങളും അങ്ങനെ ഒരു സമയത്ത് ഇത് ഇൻട്രാ സ്റ്റേറ്റ് പോളിസിയുടെ പ്രശ്നമാണ്. ആ ഇൻട്രാ സ്റ്റേറ്റ് പോളിസിയുടെ പ്രശ്നത്തിൽ കേരളത്തിലുള്ള രണ്ട് BJP നേതാക്കൾ, രണ്ട് BJP മന്ത്രിമാർ, അവർ കേരളത്തിനോടൊപ്പമല്ല, അവർ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഒപ്പമാണ് എന്നാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അവർ മലയാളി ഐഡൻറ്റിറ്റിക്ക് എതിരായിട്ട് നിൽക്കുന്നവരായി വ്യാഖ്യാനിക്കപ്പെടും. അത് BJPക്ക് വലിയ ദ്രോഹകരമായിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും അറിയാതെ BJPയെ സഹായിക്കുന്ന, BJP ഒപ്പം നിൽക്കുന്നതായിട്ടുള്ള ആളുകൾ, ചാനലുകൾ ഒക്കെ ഈ രണ്ട് മന്ത്രിമാരുടെയും പ്രസ്താവനയെ പുകഴ്ത്തി വലിയ തരത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇവർ കേരള വിരുദ്ധരാണ്, മലയാളി വിരുദ്ധരാണ്, മലയാളി ഐഡന്റിറ്റിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുന്ന ഒരു സാധനം ഉയർന്നു വരും. അതൊരു കൾട്ടിന്റെ പ്രശ്നമാണ്. മലയാളി കൾട്ടിനെതിരെ BJP നിന്നാൽ BJP എങ്ങനെയാണ് കേരളത്തിൽ ഗുണം പിടിക്കുന്നത്? ഒരു കാലത്തും ഗുണം പിടിക്കാനായിട്ട് പോകുന്നില്ല. അതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള രാഷ്ട്രീയ വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ ജോർജ് കുര്യനും അതേപോലെ തന്നെ സുരേഷ് ഗോപിയും 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ കമ്മ്യൂണിസ്റ്റുകാരെടുത്ത നിലപാടിന് തുല്യമായ നിലപാടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കേരളത്തിനെതിരായിട്ട് അവരെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ദുരന്തം. അവർ BJPക്കൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കേരളവും അതേപോലെ തന്നെ സെൻറ്ററും തമ്മിൽ ഒരു ഇഷ്യൂ വന്നാൽ ഇവർ കേരളത്തിൻ്റെ മന്ത്രിമാരെന്ന നിലക്ക് ആർക്കൊപ്പം നിൽക്കണം? കേരളത്തിനൊപ്പം നിൽക്കണം, മലയാളിക്കൊപ്പം നിൽക്കണം. അല്ലാണ്ട് മലയാളിയെ നിങ്ങൾ നമ്പർ 1 ആകുന്നു മാറി നിങ്ങൾ ചൂത്തയായിട്ട് വാ അപ്പോൾ കാശ് തരാമെന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയമാണ് അതിൻ്റെ അകത്തുള്ളത്? എന്തൊരു മണ്ടത്തരാണ് അവർ വിളിച്ചു പറയുന്നത്. അത് തിരിച്ചറിയപ്പെടേണ്ടത് ആവശ്യമാണ്. കാരണം ഇവർക്ക് പൊളിറ്റിക്സ് വർദ്ധിപ്പിക്കണമെങ്കിലും BJPയെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഇവർ മലയാളി കൾട്ടിൻ്റെ പാർട്ടാണ് എന്ന് സ്ഥാപിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനെതിരെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ രണ്ട് പ്രസ്താവനകളും വായിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അവർക്കൊന്നും തോന്നുന്നില്ല. പക്ഷേ കുറേ ദിവസം കഴിയുന്ന സമയത്ത് അത് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ BJPയുടെ നേതാക്കന്മാർ, ഇപ്പോൾ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJPയുടെ സംസ്ഥാന നേതാക്കന്മാരോട് ഈ ബജറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ബജറ്റിൽ കേരളത്തിന് ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബജറ്റിൻ്റെ നല്ല വശങ്ങളെ പറ്റി പറയുന്നു. ബജറ്റിൽ പൊതുവെ ഇപ്പം നമ്മുടെ ഈ ഇൻകം ടാക്സിൻ്റെ പിന്നെ ഇതൊക്കെ കൊടുത്തല്ലോ, ഈ 12 ലക്ഷം വരെ ഉള്ള ഇവർക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട, ഈ കാര്യങ്ങളൊക്കെ എല്ലാവരെയും ബാധിക്കുന്നു, എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ ബാധിക്കുമെന്നും ഒരുപാട് ആളുകളുടെ കയ്യിലേക്കൊക്കെ പണം എത്തുമെന്നും ഒക്കെയുള്ള നല്ല കാര്യങ്ങൾ പറയുന്നു. കേരളത്തിനെതിരെ ഒരു അക്ഷരം, അതായത് കേരളത്തിൻ്റെ മാഷ് പറഞ്ഞ പോലെ കേരള കൾട്ടിനെതിരായിക്കൊണ്ട് ഒന്നും ഇവർ പറയുന്നില്ല. അത് ഒരു പൊളിറ്റിക്സ് ആണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു സിനിമാക്കാരനാണ്. അതിൻ്റേതായ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷേ ജോർജ് കുര്യൻ ഒരു പക്കാ പാർട്ടിക്കാരനാണല്ലോ, രാഷ്ട്രീയത്തിലൂടെ വന്ന ആളാണല്ലോ. അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നുള്ളതാണ് സംശയം. അല്ല, അതൊരു അബദ്ധമാണ്. ഞാൻ പറഞ്ഞത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ അതേ അബദ്ധമാണ് ജോർജ് കുര്യനും അതേപോലെ തന്നെ സുരേഷ് ഗോപിക്കും സംഭവിക്കുന്നത്. സുരേന്ദ്രൻ അത് പറഞ്ഞില്ല, കേരളത്തിനെതിരെ സംസാരിക്കരുത്. അവർ സ്വാഭാവികമായിട്ട് ഈ ബഡ്ജറ്റിൻ്റെ നന്മകളെ കുറിച്ച് പറയാം, നല്ല കാര്യങ്ങളെ കുറിച്ച് പറയാം, അത് കേരളീയർക്ക് ഗുണകരമാണ് എന്ന രീതിയിൽ അവർക്ക് വ്യാഖ്യാനിക്കാം. അതൊന്നും പ്രശ്നമില്ലാത്ത കാര്യമാണ്. മറ്റൊന്നും അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഈ നിങ്ങൾ എന്ന് ഇവർ പറയുന്നത് ഈ കേരളം എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് CPM-നെ കുറിച്ചല്ലല്ലോ പറയുന്നത്. കേരളമാണ് നമ്മൾ CPM ഒന്നാമതെന്നല്ലല്ലോ പറയുന്നത്. കേരളം ഒന്നാമെന്നാണ് CPM-കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തെയാണോ ഒന്നാമതാക്കി നിർത്തുന്നത്? അതൊരു മലയാളിയുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. മലയാളി ലോകത്ത് എവിടെ പോകുന്ന സമയത്തും അവൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നത് മലയാളിയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ലത് എന്ന് പറയാനാണ്. മലയാളിയുടെ മാത്രം പ്രശ്നമല്ല, തമിഴൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്, കന്നഡക്കാരൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്, ബംഗാളി എങ്ങനെയാണ് വിചാരിക്കുന്നത്, ഗുജറാത്തി എങ്ങനെ വിചാരിക്കുന്നത്, മധ്യപ്രദേശുകാരൻ അങ്ങനെ വിചാരിക്കുന്നത്. എല്ലാവരും അവരുടെ സംസ്ഥാനമാണ് ഏറ്റവും മികച്ചത് എന്ന് കരുതിയാണ് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അതാണ് അതാത് സംസ്ഥാനത്തെ മനുഷ്യരുടെ കൾട്ടെന്ന് പറയുന്ന സാധനം. ആ കൾട്ടിനെ വളർത്തി വലുതാക്കി രൂപപ്പെടുത്തി എടുക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ഈ കൾച്ചറൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം. അതാണ് ആ കൾച്ചറൽ പൊളിറ്റിക്സിലെ കേരളത്തിൽ BJP പരാജയപ്പെടുന്നു എന്നുള്ളതിൻ്റെ രണ്ട് സൂചനകളാണ് യഥാർത്ഥത്തിൽ ഈ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള വീഴ്ചകൾ. സിനിമാക്കാരൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അങ്ങനെ നമ്മൾ ഒറ്റപ്പെടുത്തി നിർത്തേണ്ട കാര്യമില്ല. കാരണം കുറേ കാലമായി അദ്ദേഹം പൊളിറ്റിക്സിൽ ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൊളിറ്റിക്സ് അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന പല വിവാദ പരാമർശങ്ങളും അദ്ദേഹത്തെ ഞാൻ സിനിമക്കാരനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടാവുന്നത് ശരിയല്ല. പൊളിറ്റിക്സിൽ ഇടപെടുന്ന ഒരാൾ അയാൾ പൊളിറ്റിക്കലായിരിക്കണം, അയാളുടെ സംഭാഷണങ്ങൾ പൊളിറ്റിക്കലായിരിക്കണം, അയാളുടെ പ്രവർത്തികൾ പൊളിറ്റിക്കലായിരിക്കണം, അയാൾ തന്നെ ആത്യന്തികമായിട്ട് പൊളിറ്റിക്സ് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോഴാണ്
അവർക്ക് രാഷ്ട്രീയമായിട്ട് മുന്നേറ്റം നേടാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇത് വലിയ വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബഡ്ജറ്റിൽ കേരളത്തിന് പരിഗണിച്ചോ ഇല്ലെന്നുള്ളതല്ല പ്രശ്നം. അതിനേക്കാൾ ഉപരിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ബഡ്ജറ്റാനന്തര സംഭാഷണങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് കേരളത്തെ കാണുന്നത് എന്നുള്ളതാണ്. അതെന്തായാലും ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരും എടുത്തിരിക്കുന്നതായിട്ടുള്ള നിലപാട് അപകടകരമാണ്. അത്ര അപകടകരമല്ല. അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ്റെ കാര്യത്തിലില്ല. കാരണം സുരേന്ദ്രൻ രാഷ്ട്രീയമായിട്ട് ഹാൻഡിൽ ചെയ്യാണ് ചെയ്തത്. മാത്രമല്ല അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കേരളത്തെ ഇകഴ്ത്തി അവർ സംസാരിക്കുന്നില്ല. മറ്റവർ രണ്ടുപേരും കേരളത്തെ ഇകഴ്ത്തി സംസാരിച്ചു എന്നുള്ളതാണ് അവരുടെ പോരായ്മയും അതേപോലെ തന്നെ അവരുടെ വീഴ്ചയും. ആ വീഴ്ച BJPയുടെ വീഴ്ചയായിട്ട് പിന്നീട് വായിക്കപ്പെടും എന്നുള്ളത് BJP ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും.